ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ കോട്ടകളിൽ പോലും ഷാഫി പറമ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം നേടും എന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് CPM ആണ്, CPM നേതാക്കന്മാരാണ്. പി ജയരാജന്റെ പ്രസ്താവന തന്നെ എടുത്താൽ മതി ആരാണ് വർഗീയ പ്രചരണം നടത്തിയതെന്ന് ബോധ്യപ്പെടാൻ. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു നടപടി ഉണ്ടാവില്ല. പിണറായി വിജയൻ EP ജയരാജനെ ഭയമാണ്. ഒരു നടപടി ഉണ്ടാവില്ല. അദ്ദേഹം ഇന്നലെ എന്റെ വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേകവരെ പോലെയാണ് ഇന്നലെ EP ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോൾ വളരെ വിജയശ്രീലാളിതനായിട്ടാണ് അദ്ദേഹം പോകുന്നത് നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ ഒരു നടപടി ഉണ്ടാവില്ല. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണിത്. ഇതൊരു രാഷ്ട്രീയമായ ഡീലാണ്. അതിനകത്ത് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു ഡീലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡീൽ തുടങ്ങിയത് BJPയുമായി CPMന്റെ ഈ ഡീൽ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. തുടർഭരണമെന്ന് പറയുന്നത് BJPയുടെ സംഭാവനയാണ്. 4% BJPയുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് തുടർഭരണം ഉണ്ടായത്. അതുകൊണ്ട് EP ജയരാജന്റെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല. അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് 4-ാം തീയതി യോഗമുണ്ട്. 4-ാം തീയതി യോഗം കഴിഞ്ഞാൽ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. തെരഞ്ഞെടുപ്പ് വരെയാണ് ഹസന് ചാർജ് കൊടുത്തത്. ഹസൻ തെരഞ്ഞെടുപ്പ് ഭംഗിയായി വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും ഒരു ടീമായി പ്രവർത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് പ്രതിപക്ഷ നേതാവും APC